സ്പൈഡർമാൻ 3 റിലീസ് കാണാനായി ഞാൻ ഉപയോഗിച്ചത് PVR പാസ്പോർട്ടായിരുന്നു. അതുകൊണ്ട് കൺവീനിയൻസ് ഫീ അടക്കം ₹175 വരുന്ന ഈ ടിക്കറ്റ് എനിക്ക് ലഭിച്ചത് ₹123 അങ്ങനെ സ്പൈഡർമാനിയുടെ ആദ്യത്തെ ഒരു സെഗ്മെൻറ്റ്, അതായത് സ്പൈഡർമാൻ 1, സ്പൈഡർമാൻ 2, സ്പൈഡർമാൻ 3, ഇത് ആ ഒരു ഓർഡറിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു. PVR 4 മുതൽ Audi 5 സ്പൈഡർമാൻ 3 കണ്ടത്. Audi 5 ആ ഒരു സ്ക്രീൻ ക്ലാരിറ്റി, എസ്പെഷ്യലി ദ സൗണ്ട് അടിപൊളിയായിരുന്നു. ഈ സ്പൈഡർമാൻ 3 എന്ന് പറയുന്നത് ഈ ഒരു സ്പൈഡർമാൻ ഒറിജിനൽ ട്രിലജിയിലെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ഹിറ്റാണ്. അതായത് ഫിനാൻഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള പടം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൈഡർമാൻ 3 പറയാം. എന്നാൽ പോലും ഈ പടം ആക്ച്വലി ഒരു മിക്സ്ഡ് റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്റ്റുഡിയോയുടെ കുറേ പ്രശ്നങ്ങൾ, കാരണം സാം റൈമി ഇത് ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ അതിനകത്ത് വെനം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല. അതായത് വെനം എന്നുള്ളത് വേണ്ട, അതായത് ജെയിംസ് ഫ്രാങ്കോയുടെ ആ ഒരു ക്യാരക്ടർ, ഹാരി ഓസ്ബോൺ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, പിന്നെ സാൻഡ്മാൻ, അങ്ങനെ 2 വില്ലന്മാർ മാത്രം മതി എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ സ്റ്റുഡിയോ 3 വില്ലന്മാർ വേണം. അപ്പോൾ ഈ ഓവർ സ്റ്റഫ്ഡ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ ഓവർ സ്റ്റഫ്ഡ് ആയിട്ടുള്ള സംഭവം വന്നപ്പോഴാണ് മൊത്തത്തിൽ ഈ പറയുന്ന ആ ഒരു സംഭവം തന്നെ അങ്ങ് കയ്യിൽ നിന്ന് പോയത്. കാരണം ഈ വെനം സിംബിയോട്ട് വരുന്നതും ആ ഒരു പീറ്റർ പാർക്കറിൻ്റെ ഒരു ഡാർക്ക് സൈഡ് എന്നുള്ളത് അത് എക്സ്പ്ലോർ ചെയ്യുന്നതും ഈ സിനിമയിൽ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. അതാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ബട്ട് സ്റ്റിൽ ഭയങ്കര എൻജോയബിൾ ആണ്. അതായത് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പടത്തിലെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിന് യാതൊരുവിധ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, അതായത് ഒരു ഡാർക്ക് സൈഡ് വരുന്ന പീറ്ററിൻ്റെ, അതിൻ്റെ ഒരു ഇൻകൺസിസ്റ്റൻസിയാണ് എനിക്ക് പേഴ്സണലി ഈ പടത്തിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനു മുമ്പുള്ള 2 സ്പൈഡർമാൻ സിനിമകൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഒരു വില്ലൻ്റെ ക്യാരക്ടർ ആർക്കും വരുന്നത്. അതായത് ഒരു ട്രാജിക് വില്ലൻ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഫ്ലിൻറ്റ് മാർഗോയുടെ ആ ഒരു സാൻഡ്മാൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ തുടക്കത്തിൽ അങ്കിൾ ബെൻ്റെ യഥാർത്ഥ കില്ലർ എന്നുള്ള രീതിയിൽ വന്ന് പിന്നെ ആ പുള്ളിയുടെ ആ ഒരു ഇമോഷണൽ ആർക്കും ആ ഒരു ക്യാരക്ടർ ആർക്കും ഒക്കെ പോകുന്നത് നമ്മളിപ്പോൾ തന്നെ ഒരു സിമ്പതി തോന്നിപ്പിക്കുന്ന വില്ലന്മാരാണ്. സ്പൈഡർമാൻ 1 സ്പൈഡർമാൻ 2 3 പിന്നെ ഇതിൽ പറയേണ്ടത് ആ ഒരു സാൻഡ്മാൻ്റെ ആ വിഷ്വൽസ്, അത് ഞാൻ പണ്ട്, അതായത് ഇത് ഒറിജിനൽ റിലീസ് ടൈമിൽ ഞാനത് ഷെണൈസിൽ കണ്ടായിരുന്നു. അന്ന് ഷെണൈസ് വിസ്താരമയാണ്. വിസ്താരമ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറയുമ്പോൾ സങ്കടം വരും. ഇന്ന് ആ ഷെണൈസ് പെട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു വിസ്താരമ സ്ക്രീൻ, അതാണ് കൊച്ചിക്ക് നഷ്ടപ്പെട്ടത് ശരിക്കും. അന്ന് കണ്ടപ്പോൾ തന്നെ ആ വിഷ്വൽ എഫക്റ്റിൻ്റെ ആ ഒരു ഗ്രാൻഡ്യൂർ ഉണ്ടല്ലോ, ആ ഗ്രാൻഡ്യൂർ നോട്ട് ചെയ്തായിരുന്നു. ഇപ്രാവശ്യം കണ്ടപ്പോഴും സ്റ്റണ്ണിങ് വിഷ്വൽസാണ് അതിൻ്റെ ആ ഒരു സാൻഡ്മാൻ്റെ ആ ഒരു ബർത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ. ഫസ്റ്റ് സീൻ വരുന്നതൊക്കെ ഒരു കിഡിലൻ CGI വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൻ്റെ. പിന്നെ ഈ CGI എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 2025 നമ്മൾ കിഡിലൻ CGI എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന ഇപ്പോൾ നെക്സ്റ്റ് മന്ത് അവതാർ 3 അടക്കമൊക്കെ റിലീസ് ആവുന്നുണ്ട്. ഒരു വിഷ്വൽ ഗ്രാൻഡിയറിനൊക്കെ പേര് കേട്ട ഒരുപാട് സിനിമകൾ നമ്മൾ പിന്നീട് കുറേ കണ്ടു. പക്ഷേ അന്ന് ആ സാൻഡ്മാൻ്റെ സീക്വൻസൊക്കെ അന്ന് കണ്ടപ്പോൾ അതൊരു ഭയങ്കര നല്ലൊരു വാവ് ഫാക്ടർ അതിനകത്ത് ഉണ്ടായിരുന്നു. ആക്ച്വലി ആ വാവ് ഫാക്ടർ നമുക്ക് റീവാച്ച് കാണുമ്പോഴും ഇത് 2007 ആ ഒരു സംഭവത്തിലും കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഫീലുണ്ട്. പിന്നെ 3 പ്രധാനപ്പെട്ട വില്ലന്മാരിൽ ഒന്ന് ആയിട്ട് വെനം വരുന്നുണ്ടെങ്കിൽ പോലും ആ എഡ്ഡി ബ്രോക്ക് എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ആ വെനം എന്ന് പറയുന്ന വെനമിൻ്റെ സ്ക്രീൻ പ്രസൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ കുറവായിട്ടാണ് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തത്. അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ പടത്തിനൊരു മിക്സഡ് റിവ്യൂ വരാനും. ഇതിൻ്റെ ഫിനാൻഷ്യൽ സക്സസ് കാരണം സ്പൈഡർമാൻ 4 അനൗൺസ് ചെയ്തതായിരുന്നു. പിന്നെ എന്തൊരു സ്പിൻ ഓഫ് കാര്യങ്ങളെ കൂടിയൊക്കെ അനൗൺസ് ചെയ്തതായിരുന്നു ആക്ച്വലി. പക്ഷേ ഈ ഒരു മിക്സഡ് റെസ്പോൺസ് കൊണ്ടാവും. കാരണം ഒരു ഗ്രേറ്റസ്റ്റ് ഫിലിം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് പാർട്ട് വന്നു, അതിനേക്കാൾ ഗ്രേറ്റ് എന്നുള്ള രീതിയിൽ ഒരു സെക്കൻഡ് പാർട്ട് വന്നു. പക്ഷേ തേർഡ് പാർട്ടിന് കിട്ടിയിട്ടുള്ള ആ ഒരു മിക്സഡ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ കൊണ്ട് അത് ഫോർത്ത് പാർട്ടിലോട്ട് പിന്നെ വന്നില്ല. പിന്നീട് അമേസിങ് സ്പൈഡർമാൻ, പിന്നെ ഗ്വെൻ സ്റ്റേസി എന്ന് പറയുന്ന ക്യാരക്ടർ സ്പൈഡർമാൻ 3 വരുന്നുണ്ട്. പക്ഷേ അതൊരു സപ്പോർട്ടിങ് ക്യാരക്ടർ, അതായത് വളരെ സ്ക്രീൻ ടൈമും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു ഇതിനായിട്ട് വരുന്നത്. കോമിക്സ് പ്രകാരം പറയുന്നില്ല, ഗ്രീൻ ഗോബ്ലിനാണ് ഗ്വെൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൊല്ലുന്നത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ സ്പൈഡർമാൻ ഒറിജിനൽ ട്രിലജിയിൽ വരുന്നില്ല. പിന്നെ അമേസിങ് സ്പൈഡർമാൻ വന്നപ്പോഴായിരുന്നു ആ ഗ്വെൻ എന്ന് പറയുന്ന ക്യാരക്ടർ മെയിൻ ലീഡായിട്ടൊക്കെ വരുന്ന ആ 2 സിനിമകൾ. അപ്പോൾ അമേസിങ് സ്പൈഡർമാൻ നാളെ മുതൽ, അതായത് വെള്ളിയാഴ്ച മുതൽ ഇപ്പോൾ അമേസിങ് സ്പൈഡർമാൻ 1, അമേസിങ് സ്പൈഡർമാൻ 2 3D അല്ല, അത് 2 പടങ്ങളായിട്ട് റിലീസ് ഉണ്ട്. അത് ഞാൻ ചൊവ്വാഴ്ചയും കൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച ആകുമ്പോൾ PVR ₹92 ഓഫർ ഉണ്ടാവും. പിന്നെ ഈ പടത്തിലുണ്ടായിരുന്ന ഹാരി ഓസ്ബോൺ, അതായത് ജെയിംസ് ഫ്രാങ്കോൻ്റെ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർക്ക് ഫുൾഫിൽ ആവുന്നത് ആക്ച്വലി
സ്പൈഡർമാൻ 3-ലാണ്. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ, ഇപ്പോൾ തെറ്റിദ്ധാരണ എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് സാധാരണ മലയാളം പടങ്ങളൊക്കെയാണ് ഈ തെറ്റിദ്ധാരണയിലേക്ക് കൂടി ഇങ്ങനെ ചെറിയ തെറ്റിദ്ധാരണ ഇങ്ങനെ വലിച്ചു നീട്ടിയെ കൊണ്ടുവന്നത്. ആ ഒരു സംഭവം ആണെങ്കിൽ പോലും ഈ ഒരു ഹാരി ഓസ്ബോൺ, ആ ഒരു ക്യാരക്ടർ, ജെയിംസ് ഫ്രാങ്കോൻ്റെ പെർഫോമൻസ്, ആ ഒരു ഇമോഷണൽ ആർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ സാറ്റിസ്ഫൈങ് ആയിരുന്നു ഈ സ്പൈഡർമാൻ 3 എന്ന് പറയുന്ന പടത്തിൽ. ആ ഒരു ക്യാരക്ടർ ആർക്ക് കറക്റ്റായിട്ട് തന്നെയാണ് ആ പടത്തിൽ അതിൻ്റെ പടത്തിൻ്റെ ഒരു ഇമോഷണൽ സംഭവമായിട്ട് അവസാനിക്കുന്നതും പടത്തിൽ. സാധാരണ നമ്മളിപ്പോൾ സ്പൈഡർമാൻ്റെയോ അല്ലെങ്കിൽ മേരിയുടെ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യം വെച്ചിട്ടായിരിക്കും പടം ആ ഒരു ഇമോഷണൽ ട്രാക്കിലായിരിക്കും പടം അവസാനിക്കുന്നതെന്നുണ്ടെങ്കിലും ഈ പടം അവസാനിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാങ്കോൻ്റെ ഹാരി ഓസ്ബോൺ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം എഫക്റ്റീവ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ നെഗറ്റീവ്സും കാര്യങ്ങളുമൊക്കെ ഈ സിനിമയിൽ എനിക്ക് ഫീൽ ആയെങ്കിൽ പോലും ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഫിലിം എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അതിൽ പീറ്റർ പാർക്കർ, നമ്മൾ ഈ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബെസ്റ്റ് സ്പൈഡർമാനായിട്ട് ആൻഡ്രൂവിനെ പറയുന്നവരുണ്ടാവും, ടോമിനെ പറയുന്നവരുണ്ടാവും. പക്ഷേ ഒരിക്കലും ബെസ്റ്റ് പീറ്റർ പാർക്കർ എന്നുള്ള രീതിയിൽ ഇവരെ ഞാനങ്ങനെ ആ ഒരു ഒപ്പീനിയൻ ഞാൻ അധികം കണ്ടിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു ഇമോഷണലി ആ ഒരു കാര്യങ്ങളിലൊക്കെ ടോബിയുടെ ആ ഒരു പീറ്റർ പാർക്കറാണ്. ഇതിനകത്താണെങ്കിൽ 2 ഡയമെൻഷൻ കാണിക്കുന്നുണ്ട്. ആ സിംബ്യോട്ടിൻ്റെ ആ ഒരു പ്രസൻസ് ഉള്ളപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച്, ആറ്റിറ്റ്യൂഡിൻ്റെ ചേഞ്ച് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് രസമായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അതൊരു ബ്ലാക്ക് സ്യൂട്ട് ഡാൻസ് സീക്വൻസ് ഉണ്ടല്ലോ, സർപ്രൈസിംഗ്ലി ആ സീക്വൻസ് തിയേറ്ററിൽ വന്നപ്പോൾ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അതായത് ഗംഭീര റെസ്പോൺസ്, നല്ല ക്ലാപ്പ് ചെയ്തും ഒരു ഫെസ്റ്റിവൽ മൂഡിലൊക്കെ ആയിരുന്നു കുറേ പേര്. അത് എൻ്റെ പുറകിൽ കുറച്ച് കോളേജ് സെറ്റ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ ആ ഒരു ഡാൻസ് സീക്വൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ ആ ഒരു മിറർ ഷോട്ട് ഉണ്ടല്ലോ, മറ്റേ സ്പൈഡർമാൻ ആ കണ്ണടച്ച് തുറക്കുമ്പോൾ വരുന്ന ഒരു ബ്ലാക്ക്, ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഷോട്ടാണത്. ഐക്കോണിക് ആയിട്ട് ഷോട്ടിൻ്റെ റെസ്പോൺസൊക്കെ ഗംഭീരമായിരുന്നു ആക്ച്വലി. എനിക്ക് തോന്നുന്നു സ്പൈഡർമാൻ 3 എന്ന് പറയുന്ന സിനിമയുടെ ലാസ്റ്റ് ഷോ ആയിരുന്നു ഇന്നലെ PVR ഉണ്ടായിരുന്നു. പക്ഷേ ആളുണ്ടായിരുന്നു, ഒരു ഓൾമോസ്റ്റ് ഒരു 60% ഒക്യുപ്പൻസി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്പൈഡർമാൻ മേ ബി ഒറിജിനൽ ട്രിളജി ചിലപ്പോൾ അവരത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഉറപ്പില്ല. കാരണം അമേസിങ് സ്പൈഡർമാൻ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ MCUവിൻ്റെ സ്പൈഡർമാൻ ട്രിളജിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ട്, കാരണം അല്ലെങ്കിൽ തന്നെ റിലീസസ് ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോൾ സിസു 2 റിലീസ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് സിസു 1 റിലീസായിട്ടുണ്ട്. എൻ്റെ റിലീസുകളുടെ മേളമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇന്നസെൻ്റ്, പിന്നെ അതിഭീകര കാമുകൻ, ഈ 2 പടങ്ങളാണ് ഇതിന് മുമ്പ് കണ്ടത്. ശരിക്കും ബാക്ക് ടു ബാക്ക് ഈ പടം കാണുക എന്ന് പറയുന്നത് നമ്മളുടെ നമ്മുടെ പേഷ്യൻസ് ലെവൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതിൻ്റെ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ പടങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ ഈ 2 പടങ്ങൾ കണ്ടിട്ട് ഓൾറെഡി ഒരുപാട് തവണ കണ്ട സ്പൈഡർമാൻ 3 ആണെങ്കിൽ ഇത് കാണാൻ നേരത്ത് കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അതായത് റിലീസുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സൊലൈസ്. നമുക്കൊരു സമാധാനമാണ് അത് കണ്ടിരിക്കുമ്പോൾ, നമുക്കൊരു സന്തോഷമാണ്. അത് പ്രോപ്പറായിട്ട് അങ്ങ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എന്തൊരു ആശ്വാസമായിരുന്നു എന്ന് പറയും ആക്ച്വലി. ഇന്നലെ ഈ രണ്ട് മെയിൻ റിലീസുകൾ, അതായത് പുതിയ റിലീസുകൾ 2 അപരാധ പടങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഒരു 3ാമത്തെ പടമായിട്ട് ഓൾറെഡി കണ്ട പടമാണെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ കിട്ടിയൊരു ആശ്വാസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഓൾറെഡി 2 പടങ്ങളുടെ റിവ്യൂവിലും പറഞ്ഞ പോലെ തന്നെ സാം റൈമിയുടെ ആ ഒരു ഹൊറർ ടച്ച്, പുള്ളിയുടെ ദാറ്റ് കൈൻഡ് ഓഫ് സൂം ചെയ്യുന്ന ഒരു രീതി, പിന്നെ ഒരു ഹൊറർ ആ ഒരു സംഭവങ്ങൾ വരുന്നത്, അത് വേറൊരു ഡയറക്ടർക്കും കോപ്പി ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിലും ആക്ച്വലി നല്ല ഹൊറർ സീക്വൻസ് ഉണ്ട്. ആ ഒരു ജെയിംസ് ഫ്രാങ്കോയുടെ ക്യാരക്ടറിന് ഓർമ്മ തിരിച്ചു കിട്ടുന്ന ആ ഒരു സീക്വൻസൊക്കെ അവർ എടുത്തിരിക്കുന്നതൊക്കെ ആക്ച്വലി ഭയങ്കര ഇതായിരുന്നു. വെനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു സാം റൈമിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കൊണ്ടുവന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു വെനം പോലുള്ള ഒരു ഡാർക്ക് ആയിട്ടുള്ള ആ ഒരു സംഭവത്തിനെ പുള്ളി കുറച്ചുകൂടി ഒരു ഹൊറർ ഫീലിലൊക്കെ പുള്ളിക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷേ പുള്ളി അത് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മേ ബി ചിലപ്പോൾ പുള്ളിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നതൊക്കെ കൊണ്ടാവാം, മേ ബി അറിയില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട്. പക്ഷേ ആ ഒരു സാം റൈമി ടച്ച് മൊത്തത്തിൽ ഈ പടത്തിലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൊത്തം ട്രിളജിയിൽ തന്നെ ഏറ്റവും വീക്കായിട്ടുള്ള പടമായിട്ട് പലരും കൺസിഡർ ചെയ്യുന്ന പടമാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ, ഇതിൽ കിട്ടുന്ന ഒരു വിഷ്വൽ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ 3 ഒരു വെർത്തായിട്ടുള്ള തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇനി അമേസിങ് സ്പൈഡർമാനാണ്, അത് 2 പടങ്ങളേ ഉള്ളൂ. അത് 3D ആണ് എക്സ്പെക്റ്റ് ചെയ്തത്, പക്ഷേ 3D അല്ല. ഞാനത് ഒറിജിനൽ റിലീസ് ടൈമിൽ ഞാൻ 3Dയിൽ കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ ഈ പടം കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അത് വീണ്ടും റീവാച്ച് ചെയ്യണം. ഒന്നും ഓർമ്മയില്ല, അമേസിങ് സ്പൈഡർമാൻ്റെ യാതൊരു ഇത് ഓർമ്മയില്ല. റിലീസിങ് ടൈമിൽ 2 കണ്ടാണെന്നല്ലാതെ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ അതും സംതിങ് എക്സൈറ്റിങ്. അപ്പോൾ അമേസിങ് സ്പൈഡർമാൻ്റെ 2 പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.